സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് കിടക്കാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇത് വെള്ളക്കടലയാണ്. ഇത് വെച്ചിട്ട് പെട്ടെന്നൊരു കറി ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ കറി ഉണ്ടെങ്കിലേ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും പുട്ടിനും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളുടെയും കൂട്ടത്തിൽ ഒരു വഴക്കുമില്ലാണ്ട് കൂടി പോകുന്ന ഒരു കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ വെള്ളക്കടലയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ രാത്രിയിലാണ് ഓവർനൈറ്റ് സോക്ക് ചെയ്തിടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലാണ് ഈ കറി വെക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റൗവിലേക്ക് ഇത് വെന്ത് കിട്ടാൻ പാകത്തിനുള്ളൊരു കുക്കർ വെച്ച് കൊടുക്കാം. കുക്കർ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 2 ബേ ലീവ്സും ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം നിങ്ങൾക്ക് കട്ട് ചെയ്തിടണമെങ്കിൽ കട്ട് ചെയ്തിടാം, അല്ല ചതച്ചിടണമെങ്കിൽ ചതച്ചിടാം കേട്ടോ. ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. എന്ന് വിചാരിച്ച് ബ്രൗൺ കളറിലേക്ക് ഒന്നും വരണ്ട, നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഉള്ളി നല്ലപോലെ വഴന്ന് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് മീഡിയം സൈസുള്ള ഒരു തക്കാളി ചെറുതായിട്ടോ നീളത്തിലോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്തിടുക. അതിൻ്റെ അകത്തേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നമ്മുടെ പെരുംജീരക പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറണ വരെ എന്നൊക്കെ പറയില്ലേ, ഇതിന് അങ്ങനെ പച്ചമണമൊന്നും ഉണ്ടാവാൻ വഴിയില്ല കേട്ടോ. കാരണം ഞാനിതെല്ലാം ഉണക്കി പൊടിച്ച് വീട്ടിൽ വെച്ചേക്കുന്നതാണ്. കറിയുടെ മെയിൻ ആയിട്ടുള്ള പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ കുറച്ച് പണികളേ ഉള്ളൂ. അതായത് കടല ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന കടല ഇട്ട് കൊടുക്കുക. കടല ചേർത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. നല്ല തിളപ്പിച്ച വെള്ളം തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ. അത് കടലയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ മീതെ തന്നെ, അതായത് കടലയ്ക്ക് മീതെ തന്നെ വെള്ളം നിൽക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ആ വെള്ളമായിട്ട് ഈ കടലേനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുക്കറിൻ്റെ ലിഡ് ഇടുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. പക്ഷേ അതിന് മുമ്പ് നിങ്ങളോട് ഞാനൊരു കാര്യം പറയാണ്. കുക്കറിൻ്റെ ലിഡ് ഇടുന്ന സമയത്ത് ആ വെയിറ്റ് ഇടുന്ന സ്ഥലമില്ലേ, ആ വെയിറ്റ് ഇടുന്ന സ്ഥലത്ത് നിങ്ങൾ ഒന്നുപോലെ ഒരു ടൂത്ത് പിക്ക് ഇട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഊതി കൊടുക്കുകയോ, അതായത് ബ്ലോക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പിക്കണം നിങ്ങൾ. അതിന് ശേഷമേ വെയിറ്റ് ഇടാൻ പാടുള്ളൂ. ഇനി മീഡിയം ഫ്ലെയിമിൽ 4-5 വിസിൽ കേൾക്കണ വരെ നമുക്ക് കടല വേവിക്കാം. പ്രഷറെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ലിഡ് മാറ്റി നോക്കാം. കടല നല്ല അടിപൊളിയായിട്ട് വെന്തിരിപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 നട്ട്സ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഗ്രൈൻഡറിലിട്ടൊന്ന് അരച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നട്ട്സ് ഒന്നും ചേർക്കണില്ല കേട്ടോ. ഞാൻ വേവിച്ച് വെച്ചിരുന്ന കറി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ബട്ടർ ഞാൻ ഇങ്ങനെ പല സ്ഥലത്തായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. എല്ലാം കൂടി ചേരുമ്പോഴേക്കും നല്ല അടിപൊളി കറിയാണ്. ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളോട് എല്ലാവരോടും കൂടിയിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് കാണണം, നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.